ചില ഷോർട്ട് ഫിലിംസ് കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, എന്തൊരു രസമായിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ദി സ്പ്ലിറ്റ് എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഭാവന സ്റ്റുഡിയോസിൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അലൻ എഹ്സാൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. അഭിഷേക് VS ആണ് DOP ചെയ്തിരിക്കുന്നത്. അലൻ ജോസഫ് നെപ്പോളിയൻ ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഡയറക്ടർ അലൻ എഹ്സാനും ബോബി നിക്കോളാസും കൂടി ചേർന്നിട്ടാണ് ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെയൊക്കെ പേരുകൾ ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാരണം എനിക്ക് ഇതിൻ്റെ സൗണ്ട് ചെയ്ത ആൾക്കാരുടെ പേരും കൂടി പറയണമെന്നുണ്ട്. സൗണ്ട് ഡിസൈൻ അമൃത് ശങ്കർ ആൻഡ് ഷാമിൽ അനു ആണ്. ഫൈനൽ മിക്സ് ചെയ്തിരിക്കുന്നത് ഷാമിൽ അനു ആണ്. സിംഗ് സൗണ്ട് ചെയ്തിരിക്കുന്നത് അരുൺ അശോകനാണ്. ഇതിലെ എല്ലാവരുടെയും ഇതിന്റെ സൗണ്ട് റിലേറ്റഡ് എല്ലാവരുടെയും പേര് പറയേണ്ടതുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. അജിത് ലിയോൺ, വർഷ സുസന കുര്യൻ, രേവതി NR, വിഷ്ണു പൈ, വിപിൻ ദാസ് ആൻഡ് സെൻ റൂബി. ഇവർ 6 പേരെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. 6 സുഹൃത്തുക്കൾ, അവർ പലപ്പോഴായിട്ട് ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ കൂട്ടത്തിൽ ഒരാളുടെ പിറന്നാൾ ദിവസം അവരൊരു കഫേയിൽ ഒരുമിച്ച് കൂടുകയാണ്. അവർ ഒരുമിച്ച് കൂടുന്ന സമയത്തുണ്ടാവുന്ന എക്സ്പെൻസ് അവർ കൃത്യമായിട്ട്, അതായത് ബില്ല് സ്പ്ലിറ്റ് ചെയ്യുന്നത് എല്ലാവരും ഈക്വൽ ഷെയർ ഇടുന്ന പോലെയാണ്. എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ്. പക്ഷേ ഈ 6 പേരുടെയും സാമ്പത്തിക അവസ്ഥ വളരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിൽ ഈ കാശ് കൃത്യമായി സേവ് ചെയ്ത് പോകുന്ന ആൾക്കാർ, സേവ് ചെയ്യാൻ കിട്ടാത്ത ആൾക്കാർ, കുറച്ച് കൂടുതൽ കയ്യിലുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഈക്വലായിട്ടുള്ള സ്പ്ലിറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ കാലത്തും ഓക്കെ ആയിരിക്കില്ലല്ലോ. അവിടെ ഉണ്ടാവുന്ന ആ സംസാരം, ആ കോൺഫ്ലിക്റ്റ്, അതാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിമിൽ കാണുന്നത്. പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് ക്യാരക്ടറൈസേഷനാണ്. 6 ക്യാരക്ടേഴ്സിന് നമ്മൾ കാണുന്നുണ്ട്. 6 പേരും ഡിഫറെൻ്റ് ആണ്. 6 പേരുടെയും തിങ്കിങ് പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് 6ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. സാധാരണ ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന, എല്ലാവരും ഒരുപോലെ കൗണ്ടർ പറയുന്ന ആ രീതിയിൽ വരും. പക്ഷേ ഇവിടെ ഈ 6 പേരും ഡിഫറെൻ്റ് ആണ്. 6 പേർക്കും ഐഡൻറ്റിറ്റീസ് ഉണ്ട്. 6 പേരും ഓരോ സ്ഥലത്തും എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ക്യാരക്ടേഴ്സിനെ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് അത് എഴുത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ്. അതുപോലെ ഇതിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മളും കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ച് പല സ്ഥലത്തും പോകുന്നതാണ്. പൈസയുടെ സ്പ്ലിറ്റ് വരുന്ന സമയത്തുള്ള ചില ചാഞ്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ആ സിറ്റുവേഷനോട് ഈ 6 ക്യാരക്ടേഴ്സ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ക്യാരക്ടേഴ്സിന് അത്രയും രസമായിട്ട് ഇവരെല്ലാവരും സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഇതിലൊരു ക്യാരക്ടറെ പോലും വില്ലൻ ഷെയ്ഡിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ അങ്ങനെ മോശമായിട്ട് കാണിക്കുകയോ ബുദ്ധിയില്ലാത്ത ഒരാളാക്കിയോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ചിന്താശേഷിയുണ്ട്. ഓരോരുത്തരും സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ് എന്നതിൽ കവിഞ്ഞ് ക്യാരക്ടേഴ്സിനെ ആരെയും മോശമാക്കാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എൻഡ് ചെയ്തൊരു ഷോർട്ട് ഫിലിം. രണ്ടാമത്തെ പോസിറ്റീവ് എനിക്ക് റിലേഷൻഷിപ്സ് എന്ന് പറയാനാണ് തോന്നുന്നത്. കാരണം വളരെ മെച്യൂറായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പം 6 പേരുണ്ട്, 6 പേർക്ക് 6 അഭിപ്രായങ്ങളുണ്ട്. അത് പറയുമ്പോൾ പലരും പല രീതിയിൽ പറയും. പക്ഷേ അതിൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ട് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് വരുമ്പോൾ വളരെ മെച്യൂറായി കൈകാര്യം ചെയ്ത് റിലേഷൻഷിപ്പുകളെ വളരെ രസമായിട്ട് കൈകാര്യം ചെയ്ത് ഇതിനകത്ത് പ്രണയം വരുന്നുണ്ട്, സൗഹൃദം വരുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നൊരു കാര്യം, അങ്ങനെയൊക്കെയുള്ള കുറേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിങ്സ് വരുന്നുണ്ട്. അതിനൊക്കെ വളരെ രസമായി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ പറയാനുള്ളത് പറയുന്നുമുണ്ട്, റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയില്ലേ. നമ്മളിൽ പല ആൾക്കാർക്കും, ഇപ്പോൾ എനിക്കൊക്കെ ഭയങ്കര പേടിയാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുമോ. പോകാൻ പോകട്ടും പോടാന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്തും പറയാം. പക്ഷേ ഞാനിത് പറഞ്ഞാൽ അവന് വിഷമാവും. പിന്നെ അത് ഈ കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കാൻ മടിയുള്ള ഞാനൊക്കെ ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. അങ്ങനെ ഉള്ള ആളും ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ തുറന്ന് പറയുകയും അതേസമയം ആ റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്യാനും പറ്റുന്ന ആ രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഷോർട്ട് ഫിലിമിൽ കാണാം. പിന്നെ ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സൈഡിനെ അവർ അഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. അതും വളരെ നല്ലൊരു പോസിറ്റീവാണ്. അത് നിങ്ങൾ ഷോർട്ട് ഫിലിം കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ടോട്ടൽ ഓഡിയോ വിഷ്വൽ സൈഡ് ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആണ്. നല്ല രസമാണ്. നമുക്കൊക്കെയും ഇങ്ങനെയുള്ള കൂട്ടുകാരുണ്ടാവും. ഇതേപോലെയുള്ള അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളിതിൽ ഒരാളായിരിക്കും എന്ന് പറയുന്നത് പോലെ അത്രയും രസമായിട്ടുള്ളത് ഒരു കഫേയിലുള്ള കോൺവെർസേഷനാണ്. ആളുകളുടെ മുഖങ്ങൾ ഇങ്ങനെ ഈ 6 പേരുടെ മുഖങ്ങൾ തന്നെ ആവർത്തിച്ച് തിരിച്ചും മറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എവിടെയും ബോറടിപ്പിക്കാതെ അത്രയും രസമായിട്ട് എല്ലാം പറയണം. മേക്കപ്പ്, കോസ്റ്റ്യൂം, കഫേ എല്ലാം ഭയങ്കര രസമായിട്ടാണ് ഇരിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഇറ്റ്സ് എ സിമ്പിൾ ഷോർട്ട് ഫിലിം വിത്ത് എ സ്ട്രോങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ചില കോൺവെർസേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നൊരു ഷോർട്ട് ഫിലിം ദി സ്പ്ലിറ്റ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്ന ആളുകൾക്ക് അത് വലിയ സഹായമായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ 30 മിനിറ്റിൽ താഴെയുള്ള സമയം നഷ്ടം വരില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും വീഡിയോ കൊണ്ട് ഉപകാരമുണ്ടായി തോന്നുകയാണെങ്കിൽ പരിഗണിക്കുക.